गुड इवनिंग। आज की शाम मुंबई के नाम। जी हाँ, आज हम पहुँचे हुए हैं मुंबई में, माया नगरी में, और आज हम शुरुआत करते हैं ഐക്കൻസ് ഓഫ് ഇന്ത്യ പ്രോഗ്രാം की। ഇന്നത്തെ നമ്മുടെ ഈ ഒരു യാത്ര മുംബൈയിലാണ് എത്തിയിരിക്കുന്നത്. നമ്മുടെ ഐക്കൻസ് ഓഫ് ഇന്ത്യയിൽ ഇന്ന് നമ്മുടെ അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് നവി മുംബൈയിൽ സ്പെഷ്യലി അറിയപ്പെടുന്ന വൺ ഓഫ് ദ പേഴ്സൺ മിസ്റ്റർ കെ കുറുപ്പ് ആണ്. സാറിൻ്റെ വിശേഷങ്ങൾ, നമുക്ക് നാട്ടിൽ നിന്ന് തുടങ്ങിയൊരു യാത്ര എങ്ങനെയുണ്ടായിരുന്നു, എങ്ങനെ മുംബൈ വരെ എത്തി എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാനുണ്ട്. അതിൻ്റെ മുന്നേ ഐക്കൻസ് ഓഫ് ഇന്ത്യ ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ സാറിനെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സർ. നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് നമ്മൾ നവി മുംബൈയിൽ എത്തിയപ്പോൾ സാറിനെ തന്നെ ഫസ്റ്റ് നമുക്ക് കാണാൻ പറ്റിയതിലും സാറിൻ്റെ ഒരു ബിസിയായ ഷെഡ്യൂളിൽ നിന്ന് നമുക്ക് വേണ്ടി സമയം കണ്ടെത്തി സർ. ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ആണ് സർ ഈ ഒരു യാത്ര മുംബൈയിലേക്ക് സർ തിരിക്കുന്നത്. നമുക്ക് തിരിച്ചൊന്ന് 70s പോകാം. എങ്ങനെയായിരുന്നു സർ ഒരു തുടക്കം? യഥാർത്ഥത്തിൽ ഞാൻ ബോംബെയിൽ എത്തുന്നത് 1976 കാരണം സാധാരണപ്പെട്ട നാട്ടിൻപുറത്തുകാരൻ്റെ ഒരു വെളുത്തിന് കഴിഞ്ഞതിന് ശേഷം ജോലിക്ക് വേണ്ടി ബോംബെയിലേക്ക് വരുന്നു. ബോംബെയിൽ വന്നു. അതിനുശേഷം ടെക്നിക്കലായിട്ട് 6 മാസം കോഴ്സ് ചെയ്തു. അതിനുശേഷം മെക്കാനിക്കലായിട്ട് ഞാൻ ബേസിക്കലി ഒരു ടർണർ ഫിറ്ററാണ്. അതിനുശേഷം ചെറിയ കമ്പനിയിൽ വർക്ക് ചെയ്തു. ആ കമ്പനിയിൽ വർക്ക് ചെയ്ത് ഏതാണ്ട് 1980 മലയാളി സമാജമായിട്ട് പ്രവർത്തന രംഗത്തേക്ക് വരുന്നത്. ഞാൻ താമസിച്ച ഏരിയയിൽ ഗോവണ്ടിയിൽ പ്രോഗ്രസീവ് ആർട്സ് ആൻഡ് കൾച്ചർ സെൻറ്റർ എന്ന ഒരു സംഘടന ഉണ്ടായിരുന്നു. ആ സംഘടനയിൽ ബേസിക്കലി എനിക്ക് നാടകമായിട്ട് വലിയ താല്പര്യമുള്ളതാണ്. അപ്പോൾ ആ സംഘടനയിൽ ഒരു നടനായിട്ട് ആണ് ഞാൻ ആദ്യമായിട്ട് സംഘടനയിലേക്ക് പോകുന്നത്. അതിനുശേഷം സംഘടനയുടെ പ്രവർത്തന രംഗത്തും ഏതാണ്ട് 7 വർഷക്കാലം ആ സംഘടനയിൽ പ്രവർത്തിക്കുകയും അതിൻ്റെ പ്രസിഡൻ്റായിട്ട് ഇരിക്കുന്ന സമയത്താണ് ഞാൻ ന്യൂ ബോംബെയിലേക്ക് താമസം മാറുന്നത്. ആ ഒരു കാലം എന്ന് പറയുമ്പോഴത്തേക്ക് മുംബൈയിൽ എത്തിയ കാലം, ആ സമയത്ത് ഇത്രയും ഒരു ഡെവലപ്ഡ് ഒരു മുംബൈ അല്ല നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു ഡിഫറെൻ്റ് ഒരു മുംബൈ ആയിരുന്നു. ആ ഒരു എക്സ്പീരിയൻസ് സാർ ഒന്ന് നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി പങ്കുവെക്കാമോ? യഥാർത്ഥത്തിൽ അന്നത്തെ പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് മലയാളികളെ കാണാനോ അല്ലെങ്കിൽ മലയാളി സംസാരം കേൾക്കാനോ നമുക്ക് വലിയ ആഗ്രഹമാണ്. കാരണം നമുക്കന്ന് മീഡിയകളില്ല, പേപ്പറുകളില്ല, ഒന്നുമില്ല. പിന്നെ ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടിയാണ് മലയാളി സമാജങ്ങൾ രൂപപ്പെട്ടത്. അതിൽ വഴി മാത്രമാണ് നമുക്ക് ഒരു ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും അല്ലെങ്കിൽ അവധി ദിവസങ്ങളിൽ കൂടാൻ വേണ്ടി. ആ സമയത്തിൽ ഒരു മലയാളിക്ക് ജാതിയോ മതമോ ഒന്നുമില്ല. ഒരു മലയാളി എന്നൊരു സങ്കല്പത്തിലാണ് നമ്മൾ ഒത്തുകൂടിക്കുന്നത്. അതൊരു അന്നത്തെ ഒരു എല്ലാ മലയാളിയാണ്, മലയാളം കേട്ടാൽ ഉടനെ തിരിഞ്ഞു നോക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. തീർച്ചയായിട്ടും ഇപ്പൊ ലോകം മാറി, ഇന്ന് കാലം മാറി. മലയാളി സംഘടന അതുകൊണ്ട് തന്നെ അന്ന് മലയാളിയായിരുന്നു. ഇന്ന് യഥാർത്ഥത്തിൽ പല രീതിയിലേക്ക് വിഭജിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ സാർ നവി മുംബൈയിലേക്ക് വരുമ്പോൾ ഒരു ഷിഫ്റ്റ് ഉണ്ടാകുന്നു. ഒരു അങ്ങനെയാണ് സാർ ഈ ഒരു സമാജമായിട്ടൊരു പാട്ടാവുന്നത്. അതെ, യഥാർത്ഥത്തിൽ 87 ഞാൻ നിരൂളിലേക്ക് വരുമ്പോൾ, കാരണം വന്നു താമസിക്കുന്ന സമയത്താണ് NBKSൻ്റെ, അതായത് ഷോർട്ട് ഫോമാണ്, ന്യൂ ബോംബെ കേരളീയ സമാജത്തിൻ്റെ ഷോർട്ട് ഫോമാണ് NBKS. അതിൻ്റെ 1ാം വാർഷിക ആഘോഷം ഇവിടെ പ്ലാൻ ചെയ്തിരിക്കുന്ന സമയത്തിൽ ഒരു നാടകം, അത് എന്നെ യഥാർത്ഥത്തിൽ ഈ സംഘടനയുമായിട്ട് അടുപ്പിച്ചത് നാടകം തന്നെയാണ്. അപ്പോൾ ആ നാടകത്തിൽ ഒരു നടനെ ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ ആരോ പറഞ്ഞു ഇങ്ങനെ ഒരാൾ ഇവിടെ എത്തിയിട്ടുണ്ട്, അദ്ദേഹത്തിന് പോയി കാണാമെന്ന്. അങ്ങനെ അതിൻ്റെ അന്നത്തെ പ്രവർത്തകനായ കുമാരൻ മാവേലിക്കര എന്ന അദ്ദേഹം എന്നെ തിരക്കി വരികയും അങ്ങനെ സമാജത്തിൻ്റെ ആദ്യത്തെ നാടകത്തിൽ ഒരു നടനായിട്ടാണ് ഞാൻ സംഘടനാ പ്രവർത്തനത്തിൽ വരുന്നത്. പക്ഷെ അന്ന് തുടങ്ങിയ റിലേഷൻ ഇന്നും അതെ ഒരു പ്രസിഡന്റായി മാറി, ഒരുപാട് ടേംസിൽ പ്രസിഡന്റ് ആയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു ജസ്റ്റ് ഒരു മെമ്പറായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു ആക്റ്റീവ് മെമ്പറായിട്ട് മാറുക, പിന്നെ ഒരു പ്രസിഡന്റ്, അത് ഒരു പ്രാവശ്യമല്ല പല ടേംസിൽ പ്രസിഡന്റ് ആകുക എന്ന് പറയുമ്പോഴത്തേക്ക് എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ആണ് സർ അവിടെ വഹിക്കുന്നത്? യഥാർത്ഥത്തിൽ ആദ്യ കാലങ്ങളിലായിരുന്നു, അന്നൊന്നുമില്ലായിരുന്നു, ശൂന്യമായിരുന്നു. നമുക്ക് ആ സമയത്തിൽ അടിസ്ഥാനപരമായിട്ട് ഒരു ഓഫീസ് ഉണ്ടാക്കുക എന്നുള്ള ആദ്യത്തെ സംഘടനാ പ്രവർത്തകരെ. കാരണം വഴിവക്കിൽ നിന്ന് ആരംഭിച്ച സംഘടന ആദ്യമായിട്ടൊരു ഓഫീസ് ഉണ്ടാക്കുക, നമുക്കൊന്ന് കൂടാൻ. അങ്ങനെ ഓഫീസിനുള്ളവർ ഇപ്പം ജോലി കഴിഞ്ഞ് വരുന്ന അന്നത്തെ ഇതിൻ്റെ പ്രവർത്തകർ 7 മണിക്ക് വന്നാൽ ഉടനെ വീട്ടിൽ നിന്ന് സംഘടനാ പ്രവർത്തനത്തിലേക്ക് വരികയാണ്. അന്ന് 2 മണിക്കൂർ വൈകിട്ട്, കാരണം 7 മണി 9 മണി വരെയാണ് നമ്മുടെ സംഘടനാ പ്രവർത്തനം. അപ്പോൾ ആ കൂട്ടായ്മയിൽ നിന്ന് പടിപടിയായിട്ടാണ് ഞങ്ങൾ സംഘടനാ പ്രവർത്തനം നടത്തിയത്. പക്ഷേ അന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ആർക്കും വ്യക്തി താല്പര്യങ്ങളില്ലായിരുന്നു. ഒരു കൂട്ടായ്മ ഉണ്ടാക്കുക എന്നതുകൊണ്ട് മാത്രമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരുപക്ഷെ ന്യൂ ബോംബെയിലെ ഏറ്റവും വലിയൊരു സംഘടന
ആയി ഇന്ന് ന്യൂ ബോംബെ കേരളീസ്. നല്ലൊരു യൂണിറ്റി ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഇത് സാറിന്റെ ഒരു സോഷ്യൽ ലൈഫാണ്, നമ്മൾക്ക് ഒരുപാട് സംസാരിക്കാനുണ്ട്. പക്ഷെ അതിന്റെ വേറെ ഒരു അതർ സൈഡ് എന്ന് പറയുമ്പോഴത്തേക്ക് യു ആർ ഓൾസോ എ ബിസിനസ് മാൻ. പ്രോഗ്രസീവ് എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്ന ഒരു കമ്പനി ആണ് സാറിനുള്ളത്. സാർ എവിടെയാണത്? എൻ്റെ ഓഫീസ് ഗോവണ്ടിയിൽ തന്നെയാണ്. ഗോവണ്ടിയിലാണ്. ഫാക്ടറി ആൻഡ് വർക്ക്ഷോപ്പ് നടക്കുന്നത് തലവജിയിലാണ്. എന്തൊക്കെ സർവീസസ് ആണ് സാർ നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ പ്രൊഡക്ട്സ് ആണ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്? ഞങ്ങൾ എൻ്റെ UT ക്രെയിൻ, ഓവർ ഹെഡ് ക്രെയിൻ ആണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അതായത് ഇലക്ട്രിക്കൽ ഓവർ ട്രാവലിംഗ് ക്രെയിൻസ്. അത് യഥാർത്ഥ ക്രെയിൻസ് ഉണ്ടാക്കുമായിരുന്നു. തലോജയിലായിരുന്നു എൻ്റെ വലിയ ഫാക്ടറി. ആ സമയത്ത് ഇതിന് വേണ്ടി ഒരുപാട് സ്ഥലം വേണ്ടി വരുന്നു. ആ സമയങ്ങളിൽ നമ്മൾ റെന്റിലായിരുന്നു നമ്മൾ വാടകയ്ക്ക് എടുത്തത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ, കാരണം ഇന്നിപ്പം മാൻ പവർ വളരെ ബുദ്ധിമുട്ടാണ്, അതിൻ്റെ പേരിൽ നമ്മൾ ഔട്ട്സോഴ്സിൽ വർക്ക് കൊടുത്തതിന് ശേഷം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്ന് ഇപ്പോൾ അതായത് കഴിഞ്ഞ 4 വർഷമായിട്ട് ഫുൾ ക്രെയിൻസ് ഉണ്ടാക്കാതെ അതിൻ്റെ സ്പേസ് ആണ് കംപ്ലീറ്റ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നത്, ഇലക്ട്രിക്കലും ആൻഡ് മെക്കാനിക്കലും പാർട്സ്. ഫാക്ടറിയിൽ തന്നെ, നമ്മുടെ ഫാക്ടറിയിൽ തന്നെയാണ് മാനുഫാക്ചറിങ് ചെയ്യുന്നത്. അപ്പോൾ അന്നത്തെ കാലത്തിലെ വർക്കും ഇപ്പോഴത്തെ കാലത്തിന്റെ വർക്കിൽ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ. കാരണം അന്നത്തെ ഒരു കാലം എന്ന് പറയുമ്പോൾ അത്രയും ഒരു ടെക്നോളജീസിന്റെ ഒരു എറ അല്ല. ബട്ട് നൗ ദ വേൾഡ് ഈസ് റൂൾഡ് ബൈ ടെക്നോളജീസ് എന്ന് പറയുന്ന പോലെ. അപ്പോൾ അത് ബിസിനസ്സിനും സാർ അതിൽ എന്തെങ്കിലും പോസിറ്റീവ് ഓർ നെഗറ്റീവ് സാർ കാണുന്നുണ്ടോ? യഥാർത്ഥത്തിൽ ഈ ബോംബെയെ സംബന്ധിച്ചോളം ഹാർഡ് വർക്ക് ചെയ്യുന്ന ആർക്കും മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് നമ്മളെ സംബന്ധിച്ചോളം. കാരണം ഇത് മെക്കാനിക്കൽ എൻജിനീയറിംഗിലും നമ്മൾ കണ്ടും പരിചയപ്പെട്ടും അല്ലെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസിൽ കൂടിയാണ് നമ്മൾ ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഞാൻ നേരത്തെ ഇതേ സെയിം പ്രൊഡക്ഷനിൽ ചെയ്യുന്ന കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ശേഷമാണ് ഞാൻ ഈ ഫാക്ടറി തുടങ്ങുന്നത്. അപ്പോൾ അവിടുന്ന് കിട്ടിയുള്ള എക്സ്പീരിയൻസ് വൈകിട്ട് പോവുകയും, അതുകൊണ്ട് ഈ ഏത് വർക്കും നമുക്ക് സ്വന്തമായൊരു നോളജ് ഉണ്ടാകണം. ആ നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ ബിസിനസ്സിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. കാരണം വേറെ ഡിപ്പെൻഡ് നമുക്ക് ചെയ്യാൻ സാധിക്കും. അങ്ങനെ നമ്മുടെ നോളജ് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ പ്രവർത്തനങ്ങൾ വെച്ച് ഇന്ന് എല്ലാ ഏരിയയിലും നമ്മൾ സാധനങ്ങൾ കൊടുക്കുന്നുണ്ട്. അല്ലല്ല, ഓൾ ഓവർ ഇന്ത്യയിലുണ്ട്, കേരളത്തിലുണ്ട്. എല്ലാവർക്കും സ്പേസ് ട്രെയിനും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ചെന്നൈ ഓൾ ഓവർ ഇന്ത്യ ആണ് നമ്മുടെ എക്സ്പോർട്ട് കൊടുക്കുന്നത് എന്നുള്ളതാണ്. നാട്ടിൽ മാവേലിക്കര, അവിടെ ആയിരുന്നു ജനിച്ചത് വളർന്നത് എല്ലാവരും. പക്ഷെ അന്ന് മുംബൈക്ക് പോകണം എന്നുള്ളൊരു ആഗ്രഹത്തോടെ വന്നതാണോ, അല്ലോ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടതായിരുന്നോ? അതെന്തായിരുന്നു അന്നത്തെ ഒരു സിനാരിയോ? അല്ല, അന്നത്തെ തീർച്ചയായിട്ടും നമ്മളൊക്കെ കാരണം ഒരു സാധാരണപ്പെട്ട ഒരു കുടുംബത്തിലെയാണ്. അപ്പം നമുക്ക് സാമ്പത്തിക, കാരണം നാളെ തിരിച്ചിരിക്കാൻ എൻ്റെ അച്ഛനെ ചെറുപ്പത്തിലെ മരിച്ചു പോയത്. അപ്പം ഡിപ്പെൻസ് വരുമ്പോൾ തീർച്ചയായിട്ടും അതെ. അപ്പൊ അങ്ങനെ, കാരണം ഒരു തൊഴിൽ തേടി തന്നെ തീർച്ചയായിട്ടും വന്നു. തൊഴിൽ തേടി വന്നു. അതിനുശേഷം 4-5 വർഷത്തിന് ശേഷം ഗൾഫിലേക്ക് പോവുക എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും അതായിരുന്നു യഥാർത്ഥത്തിൽ. ഒരുപാട് ട്രൈ ചെയ്തു, പക്ഷെ അത് പരാജയപ്പെട്ടു. ഇതായിരുന്നു ഡെസ്റ്റിനി എന്നുള്ളതാണ്, മുംബൈയിലായിരുന്നു ഡെസ്റ്റിനി എന്നുള്ളതാണ്. അപ്പോൾ ഫാദർ ഇല്ലാത്ത ടൈമിലും മദറാണ് എല്ലാ റെസ്പോൺസിബിലിറ്റീസും എല്ലാം ടേക്ക് കെയർ ചെയ്ത മദർ തന്നെ. ഒരു സിംഗിൾ പേരന്റ് എന്ന നിലയിൽ ഒരുപാട് ചാലഞ്ചസ് ആയിരിക്കും അന്നത്തെ കാലത്ത് മദറിന് ഉണ്ടായിരിക്കുന്നത്. എന്താണ് 2 വാക്ക് അമ്മയെ പറ്റി പറയാനുള്ളത്? അമ്മയെ, കാരണം സത്യം പറഞ്ഞല്ല, അമ്മ മരിച്ചിട്ട് തന്നെ ഇപ്പോൾ എൻ്റെ 15 വർഷത്തോളം ആണ്, 4 വർഷത്തോളമാണ്. അമ്മ അന്നത്തെ കാലത്ത് നമ്മളെ ഇന്ന് ആ സുഖ സൗകര്യങ്ങൾ അനുഭവിക്കാൻ അമ്മ ഇല്ലോ എന്നുള്ള ആ ദുഃഖമാണ്. അത് തീർച്ചയായിട്ടും നമുക്ക്. വേറെ ബ്രദർ സിസ്റ്റേഴ്സ് ഉണ്ട്? ഒരു സിസ്റ്റർ ഉണ്ട്, ബ്രദർ ഉണ്ട്. വൈഫിന്റെ പേരെന്താണ്? വിജയ കുറുപ്പ്. 2 മക്കള്? അതെ, 2 മക്കള്. എന്താണ് പേര്? മൂത്ത ആള് അജിത, രണ്ടാമത്തെ ആള് സവിത. എന്ത് ചെയ്യുന്നു? മൂത്ത ആള് ടീച്ചിങ് ഫീൽഡിലായിരുന്നു, മുംബൈ തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ എന്നെ സഹായിക്കാൻ ഒരു ജോലി രാജിവെച്ചിട്ട് എൻ്റെ കൂടെ വരുന്നുണ്ട്. പിന്നെ പുള്ളി ഒരു ആർട്ടിസ്റ്റാണ്, മോഹിനിയാട്ടം. ഇളയാള് സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. അപ്പോൾ നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ഒരുപാട് ആൾക്കാരാണ് ഈ പ്രോഗ്രാം സർ കാണുന്നത്. അപ്പോൾ വ്യൂവേഴ്സിന് വേണ്ടി എന്താണ് സർ ഒരു മെസ്സേജ് പറയാനുള്ളത്? ഈ പുതിയ തലമുറയ്ക്ക് സോഷ്യൽ ലൈഫ് കിട്ടുന്നില്ല. കാരണം അത് സോഷ്യൽ മീഡിയ ലൈഫാണ് കിട്ടുന്നത്. കാരണം അവർ ഉള്ളിലോട്ട് ഒതുങ്ങിപ്പോകുന്നു സ്വയമായിട്ട്. മറ്റേ നമ്മളങ്ങനല്ല. നമ്മൾ കാരണം സമൂഹമായിട്ട് വളരെ ബന്ധപ്പെടുകയും ഉള്ള സമയത്ത് പൊതുവായിട്ട് നമ്മൾ രംഗത്തിറങ്ങുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ വേറൊരു കാര്യത്തിൽ അവരെ ഒരു കാര്യം ഏൽപ്പിച്ചാൽ പുതിയ തലമുറ ചെയ്യും എന്നുള്ളത് വിശ്വാസം. അതെ, അതാണ്. ബിക്കോസ് നമ്മൾ പറയത്തില്ല, ഈ ഒരു ജനറേഷനാണ് ഇനി ഫ്യൂച്ചറിലുള്ള നമ്മുടെ പില്ലേഴ്സ് എന്ന് പറയുന്നത്.
ഒരുപാട് സന്തോഷമുണ്ട് സർ. സാർ ഇത്രയും ബിസി ആയ ഒരു സ്കെഡ്യൂളിൽ നിന്ന് നമുക്ക് പെട്ടെന്നൊരു ക്വിക്ക് ഇൻ്റർവ്യൂ തന്നു. നല്ല ഒരു ടൈമായിരുന്നു. യു ഹാവ് ഷെയർഡ് യുവർ ലൈഫ് എക്സ്പീരിയൻസ് വിത്ത് ഈ ഒരു മുംബൈയിലുണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസും ദെൻ വാട്ട് എവർ യു ആർ ഡൂയിങ് ഇൻ യുവർ സോഷ്യൽ ലൈഫ്, ആൻഡ് വി ആർ റിയലി ഇംപ്രസ്ഡ് from your life experiences, sir, and we wish you all the very best for all your upcoming ventures. Thank you so much, sir.